ഹലോ, എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ്. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറി, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഇത്ര സൈസിൽ നമുക്ക് പുളി വേണം. ഞാനിപ്പോൾ വലിയൊരു നാരങ്ങയുടെ സൈസിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് പഴകിയ പുളിയാണ്, അപ്പോൾ നല്ല പുളിയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിത് എടുത്തിരിക്കുന്നത് 1 വർഷമൊക്കെ ഒന്ന് പഴക്കമുള്ള പുളിയാണ്. അപ്പോൾ നമുക്കിതുപോലെ സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ച് പുളി പിഴിഞ്ഞെടുത്താൽ മതിയാവും. അതല്ല, നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ള കിട്ടിയിട്ടുള്ള പുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ പുളിവെള്ളം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. പിന്നെ ഇതിലേക്ക് ഞാൻ കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. മല്ലിപ്പൊടി നമുക്കിതുപോലെ കുറച്ചൊന്ന് കൂടുതൽ ചേർക്കുമ്പോൾ കറി നല്ല തിക്കായിട്ട് കിട്ടും. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ഇത് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കണം. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളത്തിൽ നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ തക്കാളിയാണ്, 2 എണ്ണം നല്ല പഴുത്ത തക്കാളി. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ വെച്ച് ഉടച്ചെടുക്കുമ്പോൾ തക്കാളിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് മീൻ കറി റെഡിയാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് വരണം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇപ്പോൾ ഇതുപോലെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 6-7 വെളുത്തുള്ളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇതേപോലെ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ചൊന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്ന സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരേക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സവാളയൊക്കെ ഇപ്പോൾ ഇതേപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മളിതിലേക്ക് പുളിവെള്ളം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊന്ന് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ കറിയിൽ എത്രണ്ട് ഗ്രേവി ആവശ്യമുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരേക്ക് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കിലോയോളം വരുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ മീനിൻ്റെ തലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് തലയുടെ ഭാഗങ്ങൾ മാത്രം ഇട്ട് കൊടുക്കാം. അത് കുറച്ചുകൂടി ഒന്ന് വേഗമുള്ള കാരണം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതൊന്ന് കുക്കായിട്ട് വരുന്നവരേക്ക്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ ബാക്കി ഇരിക്കുന്ന പീസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസുകളും നമ്മളിതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. മീനെ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അതിപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചധികം തന്നെ ചേർക്കണം. അതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മീനെല്ലാം വേകാനായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മീനൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻ കറിയൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോഴാവും നല്ല ടേസ്റ്റ്.
അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.